ഈ ഭൂമിയിൽ ജനിക്കുന്നതായ എല്ലാ മനുഷ്യരും ഒരു ദിവസം മരിക്കുമെന്നത് ഒരു പ്രകൃതി സത്യമാണ്. എന്നാൽ ദാവീദ് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. 118 സങ്കീർത്തനം 17 വാക്യം, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ദാവീദിൻ്റെ ഈ പ്രസ്താവന ഒരു വൈരുദ്ധ്യമായി തോന്നാമെങ്കിലും അത് വൈരുദ്ധ്യമല്ല. പകരം താൻ ഉദ്ദേശിച്ചത് നിശ്ചിത സമയത്തിനു മുമ്പ് ഞാൻ മരിക്കയില്ലെന്നും പകരം ജീവനോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്നാണ് പറയുന്നത്. തിരുവചനം പറയുന്നത് എബ്രായർക്കെഴുതിയ ലേഖനം 9 അധ്യായം 27 വാക്യം, ഇറ്റ് ഈസ് അപ്പോയിന്റഡ് അൺടു മെൻ വാണ്ട്സ് ടു ഡൈ. മനുഷ്യർക്കൊരിക്കൽ മരിക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്നു. മരിക്കുവാൻ ഒരു സമയവും ജീവിക്കുവാൻ ഒരു സമയവുമുണ്ട്. എപ്പോൾ മരിക്കുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുകയില്ല. പക്ഷേ എങ്ങനെ ജീവിക്കുമെന്ന് നമുക്ക് തീരുമാനിക്കുവാൻ കഴിയും. മരണത്തിന് മുമ്പുള്ള ജീവിതം, അതിൻ്റെ ദൈർഘ്യം ഒരു ദിവസമായാലും ഒരു വർഷമായാലും അനവധി വർഷങ്ങളായാലും ആ ജീവിതം കർത്താവിനുള്ളതാണ് എന്നാണ് ദാവീദ് പ്രസ്താവിക്കുന്നത്. നാം ആരും മരിക്കുവാൻ വേണ്ടി ജീവിക്കുന്നവരല്ല, പകരം വി ലീവ് ടു ലീവ്, ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. ആ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നുള്ളത് നാം ആണ് നിശ്ചയിക്കുന്നത്. ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയും വെല്ലുവിളികളുടെയും നടുവിൽ അത്ഭുതകരമായി പരിപാലിച്ച് നടത്തിയ കർത്താവിൻ്റെ പ്രവൃത്തികളെ താൻ വർണ്ണിക്കുമെന്നാണ് ദാവീദ് പ്രഖ്യാപിക്കുന്നത്. ആ സാക്ഷ്യം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും ദൈവത്തെ ബഹുമാനിക്കുവാനും കാരണമാകുന്നു. നിരാശയുടെയും മരണത്തിൻ്റെയും മേലുള്ള ഒരു വിജയമാണിത്. മാത്രമല്ല, വിശ്വാസത്തിൽ വേരൂന്നിയ ഒരു പ്രതിരോധ ശേഷിയുടെ പ്രഖ്യാപനം കൂടിയാണിത്. കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്നത് ദൈവം വ്യക്തിപരമായി ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് പറയുവാനുള്ളത്. യേശു കർത്താവ് 3.5 വർഷം എന്തൊക്കെ ഈ ഭൂമിയിൽ ചെയ്തു, എങ്ങനെ ജീവിച്ചു, ആർക്കു വേണ്ടി ജീവിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നതിനെ പറ്റിയുള്ള പങ്കിടൽ കൂടിയാണിത്. അങ്ങനെ വരുമ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത പ്രവൃത്തികളാണ് കർത്താവിനെപ്പറ്റി നമുക്ക് സാക്ഷിക്കുവാനുള്ളത്. ഇനിയുമുള്ള ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം, അത് ദീർഘമോ ഹ്രസ്വമോ ആയിരിക്കാം. ആ ജീവിതത്തിലെ ഒരു ദിവസം പോലും പാഴായി പോകാതെ ലെറ്റ് us declare the works of the Lord. കർത്താവിൻ്റെ പ്രവൃത്തികളെ നമുക്ക് വർണ്ണിക്കാം. Have a blessed day.